ഗൈസ് എല്ലാ മച്ചന്മാർക്കും വേണ്ടി എൻ്റെ പുതിയ ലെറ്റ്സ് പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്മെൽട്ടർ മിനി ഉണ്ടാക്കാൻ പോവാണ്. ഇത് എന്തിനാ ഇപ്പോൾ ഇതെന്തിനാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ട്. കാര്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഫാമിന് എനിക്ക് നല്ല ബ്ലോക്കായിട്ട് പോയിക്കിടക്കി ഈ സ്നോണൊക്കെ സ്മെൽറ്റ് ചെയ്യണം. ഇങ്ങനെ സ്മെൽറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പം എങ്ങനെ ആവില്ല. കൂടാതെ എനിക്കിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും, ലൈക്ക് ദിസ്. അപ്പം ഇനി ഈ രണ്ട് ഇതും പൊട്ടിച്ചിട്ട് ഞാനൊരു സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കാൻ പോവാം. അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കാണ്, മുജാങ് തന്നെ തരുമല്ലേ ഫ്രീ ആയിട്ട്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് 6 ചെസ്റ്റും 6 ഹോപ്പറും വേണം. അപ്പം അതിനായിട്ടുള്ള അയൺ ഞാൻ എടുത്തോട്ടെ. ഈ 6 ചെസ്റ്റിനുള്ള വുഡ് എൻ്റെ കൈ കാണും. ഇതെടുക്കാം, അല്ല സെപ്പറേറ്റ് ഇത്തിരി കുറച്ച് ഇതെടുക്കാം. ഈ 6 ഹോപ്പറിനുള്ള ഹയൻ കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. കാണണേ. ഇത് ഫുള്ള് വുഡാക്കാം. ഓക്കെ, അത് ഫുള്ള് വുഡായിട്ടുണ്ട്. 6 ചെസ്റ്റ്, അതായത് 12 8 12 ചെസ്റ്റ് വേണം. കൂടുതലുണ്ടല്ലോ. ഓക്കെ, 12 ചെസ്റ്റ് റെഡി. നീ ഹോപ്പർ 3 ഹോപ്പർ ആവും. ഓലോ, 6 ഹോപ്പർ വേണ്ടി വരും. ഞാൻ പിന്നെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തോളാം. ആയം വെച്ച് നമുക്ക് ഉണ്ടാക്കാം അടുത്ത ഹോപ്പർ. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. ഏഴെണ്ണം ഉണ്ടാവും. 1 2 3 4 5 6 ഹോപ്പർ. അത് റെഡി. ഞാൻ ഇത് ഈ വീഡിയോ കഴിഞ്ഞ് എന്തായാലും മൈനിന് പോവാ. അല്ലാതെ ഒരായ സെപ്പറേറ്റ് ചെയ്യുന്നല്ലോ. ഇല്ല, വെച്ചാൽ ഇനി കാണണം. ഒരു സ്റ്റാക്കോളം ഉണ്ടായിരുന്നു, അത് ഞാൻ തിന്ന് തീർത്താ. ഓക്കെ, അത് ഞാൻ തിന്ന് തീർത്ത്. ഇനി ഫുഡിനേട്ടാ ലീഡ് ഇരിക്കില്ലാത്ത ലീഡ് ഞാൻ മാറ്റി വെക്കട്ടാ. ഓക്കെ, സെറ്റ്. ഇനി നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറയാം. ആ സൂപ്പർ സ്മെൽട്ടർ എന്തായാലും ഞാൻ ഇത്തിരി മാറ്റി ഉണ്ടാക്കുക. ഇവിടെ ഉണ്ടാക്കിയാലോ, അധികം സ്ഥലമൊന്നും ഇല്ല ഇതിൽ. ഇവിടെ തന്നെ. അപ്പം ആദ്യം 2 ചെസ്റ്റ് എടുക്കണം. ഇത് മാറ്റി ഹോപ്പർ ഇത്. ഓക്കെ, ആദ്യം 2 ചെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. അതിനുശേഷം ബാക്കി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യണം. അതിനുശേഷം ക്രൗച്ച് ചെയ്തുകൊണ്ട് ചാടിക്കൊണ്ട് ഇതിൻ്റെ മണ്ട കുറണം കൂടെ പ്ലേസ് ചെയ്യണം. അത് ഇതായിരിക്കും നമ്മുടെ സ്മെൽറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ താഴെ വരുന്ന സാധനം. ശേഷം 2 ഹോപ്പർ ഇതിൻ്റെ പുറകെ ഇങ്ങനെ അതുമായി ഡർട്ട് ബ്ലോക്ക് അതെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ മണ്ടക്കോട്ട് പില്ലർ ചെയ്തിട്ട് ഇതിനെ മണ്ടക്കും 2 ഹോപ്പർ ഇങ്ങനെ വെക്കണം. അതിൻ്റെ മണ്ടക്ക് ഡബിൾ ചെസ്റ്റ് വെക്കണം. അതുമായി ഇതിൻ്റെ മണ്ടക്കും ഡബിൾ ചെസ്റ്റ് വെക്കണം. അതുമായി നമ്മുടെ ഏകദേശമൊക്കെ പാടി തീർന്നത്. ഓക്കെ, നൈറ്റ് ആവാറായി. ഈ ഷീപ്പ് ഫാം വർക്കിംഗ് ആണ്. ഇത് ജസ്റ്റ് സ്റ്റോറേജ് അവിടെ കൂടിയാണ് വെച്ച്. ഇവിടെ അല്ലായിരുന്നോ? ഇവിടെ തന്നെ. ഏകദേശം കുറേ നേരം AFK ഇരുന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഒരു സ്റ്റാക്ക് 8 ബുൾ നമുക്ക് ആവശ്യമുള്ളതുണ്ട് ഗൈസ്. ഫാം നാളെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മൾ ഫാം സെറ്റാക്കും. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കും.
അപ്പം ഇതുവരെയായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വെരി ക്ലോസ് ആണ് 20K. അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് 20K ആക്കുക. പിന്നെ ബെല്ലൈക്കണം കൂടെ ഓണാക്കി വെക്കുക. ഓക്കെ, ഇനി ഇത് വർക്ക് ചെയ്യേണ്ടതാണ്. അതായത് സ്മെൽറ്റ് ചെയ്യാനുള്ള സാധനം മണ്ടക്ക്, ഇതിൻ്റെ മണ്ടക്കായി സ്മെൽറ്റ് ചെയ്യാനുള്ള എല്ലാ സർവീസ് സാധനങ്ങളും. കറക്റ്റ് ഇങ്ങനെയല്ലേ? യെസ്, അല്ല പിന്നെ ഇതിൻ്റെ മണ്ടക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനവും ഇവിടെ കൊണ്ടിങ്ങനെ കൊട്ടിയിട്ടാൽ മതി. ഇത് സ്മെൽറ്റ് സ്റ്റാർട്ട് ചെയ്യണം. യാ, വർക്കിംഗ്. ഇനി എനിക്കിവിടെ വെറുതെ എവിടെയെങ്കിലും പോയി എഫ് ചെയ്താൽ മതി, ഇതിങ്ങനെ കത്തിക്കൊണ്ടിരുന്നോളൂ. ആൻഡ് കത്തി തീരുമ്പോൾ ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്ത് വന്നിരുന്നോളൂ. എടാ സൂപ്പർ ഫാസ്റ്റ്, എന്നെ സമ്മതിക്കണം. ഇപ്പം ഇതുമായി. ഓക്കെ, ഇത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതാക്കണം. എന്തായിരുന്നു ഇത്? ഞാൻ അതിൻ്റെ അകത്തൊക്കെ ഇത് എനിക്ക് സ്മെൽട്ട് ആക്കണം. ഓക്കെ, സ്മെൽട്ട് ആവുന്നുണ്ട്. ഇതങ്ങനെ സ്മെൽട്ട് ആവുന്നുണ്ട്. ഇത്രയും ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഈ ഷീപ്പ് ഫാമിൽ ഫുൾ AFK. ഇവിടെ ഫുൾ AFK ചെയ്തുകൊണ്ട് ഞാൻ മടിയൊന്നും വെട്ടിയില്ല, തടിയൊന്നും വെട്ടാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ ഷീപ്പിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. വേറെ എവിടെ പോയാലും എൻ്റെ ബേസിൽ അവിടെ പോയാൽ ഇവിടെ റീച്ച് കിട്ടും. ഞാൻ അങ്ങോട്ടും എല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ഇതാവില്ല, വർക്കാവില്ല. അതാണ് വിഷയം. നമ്മുടെ ക്യാരറ്റ് ഫാമിൽ എത്ര ക്യാരറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കട്ടെ. ക്യാരറ്റ് ഫാം എങ്ങനെ വർക്കിംഗ് അല്ലേ? യെസ്, ക്യാരറ്റ് ഫാം ഇപ്പോഴും കുറച്ച് സ്റ്റാക്ക് കിടപ്പുണ്ട്. പൊട്ടന്മാർ ഇപ്പോഴും പണിയെടുക്കുന്നവരെനിക്ക് വേണ്ടി. ഓക്കെ, അതോക്കെ. ക്യാരറ്റ് ഫാം അങ്ങനെ വർക്ക് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് തടി വല്ല ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പിടിക്കട്ട. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് ഫുള്ള് നിറഞ്ഞ് കിടന്നതാണ്. ഞാൻ ഇത് ഫുൾ എടുത്തായിരുന്നു. ഇത്രയും എടുത്ത് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി. ഇന്ന് മുഴുവൻ AFK ഇരുത്തി ഇത് ഫുള്ള് കളക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അയ ഫാം ഉണ്ടാക്കി നാളെ അപ്ലോഡ് ചെയ്യണം. ഇപ്പം അയ ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ റിസോഴ്സും ഞാൻ ഇവിടെ കളക്ട് ചെയ്യട്ടെ. നിങ്ങൾ പോയിട്ട് തളവാ. ബൈ.